നടത്താനുള്ള സ്വാതന്ത്ര്യവും അവിടെ നിൽക്കട്ടെ, മതം ആചരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവിടെ നിൽക്കട്ടെ. ഒരു മുസ്ലിമിന് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രാഥമികമായ അടയാളം എന്ന് വിളിക്കാൻ കഴിയുന്ന നമസ്കാരം, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഈ രാജ്യത്ത് നമസ്കരിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഈ വലകെട്ടിൽ ഇത്ര പ്രൗഢമായി സംഘടിപ്പിക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളന വേദിയിൽ നിന്ന് എന്റെ മുൻപിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഒരു കാലഘട്ടത്തിലും ഒരു കേരളീയ മുസ്ലിമിന് ആ അവകാശം നിഷേധിക്കപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളോട് 3 സംഭവങ്ങൾ പറയാം. ആദ്യത്തെ സംഭവം നടക്കുന്നത്, ഈ 3 സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, മീഡിയയിൽ വന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഹർഷ്മന്ദർ എന്നു പേരുള്ള ഒരു ഉത്തരേന്ത്യൻ ആക്ടിവിസ്റ്റിന്റെ കോളത്തിൽ അദ്ദേഹം ഡേറ്റ് ഇട്ട് അത് പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ. ആദ്യത്തെ സംഭവം നടക്കുന്നത് അലഹബാദിലാണ്. ഇപ്പോ നഗരത്തിന്റെ പേര് പ്രയാഗ്രാജ് എന്നാണ്. അവിടുത്തെ ഒരു ആശുപത്രി, ആ ആശുപത്രിയുടെ ICUവിന്റെ മുറി, ആ ICUയിൽ ഒരാൾ ഡെങ്കുപ്പനി ബാധിച്ച് ചികിത്സയിലാണ്. ആ ചികിത്സയിൽ കഴിയുന്ന ആളിന്റെ ഭാര്യ ആ ICU മുറിയുടെ പുറത്തുണ്ട്. തന്റെ ഭർത്താവ് ICUവിൽ കിടന്ന് രോഗത്തോട് മല്ലിടുമ്പോ സാധുവായ വൃദ്ധയായ ആ സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, തന്റെ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ദീർഘായുസിനും രോഗവിമുക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അവര് ചെറിയൊരു മുസല്ല വിരിച്ച് ആ ICUവിന്റെ പുറത്ത് നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കെ കുറച്ച് ആളുകൾ വന്ന് ആ വീഡിയോ ചിത്രീകരിച്ചു. വീഡിയോ ചിത്രീകരിച്ചിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അത് ചെയ്തത് ഉത്തരേന്ത്യയിലെ ബജ്റംഗ് ദളിന്റെ പ്രവർത്തകരായിരുന്നു. ആ വീഡിയോ വൈറലായി. ഒരു പൊതുസ്ഥലത്ത് ഇവർക്ക് എങ്ങനെ നമസ്കരിക്കാൻ ധൈര്യം വരുന്നു എന്ന ചോദ്യത്തോടെ ആ വീഡിയോ ഉത്തർപ്രദേശ് മുഴുവൻ പരന്നു. ആ വീഡിയോ വൈറലായപ്പോ അത് അവിടുത്തെ ആശുപത്രിയിലാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ ആ ആശുപത്രിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർ ആ സ്ത്രീയെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി നിങ്ങളുടെ ഭർത്താവ് ആശുപത്രിയിൽ കിടക്കുമ്പോ ഇവിടെ നമസ്കരിച്ചു പോവരുത്. നിങ്ങളൊരു പ്രായമുള്ള സ്ത്രീ ആയതുകൊണ്ട് തൽക്കാലം ഇതൊരു വാണിംഗിൽ അവസാനിപ്പിക്കുക. ഇനിയും നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ പൊതുസ്ഥലത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിന് നിങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്നാണ്. രണ്ടാമത്തെ സംഭവം അത് നടക്കുന്നത് ഉത്തർപ്രദേശിലെ മുറാദാബാദിലാണ്. സംഭവം നടക്കുന്നത് കഴിഞ്ഞ റമദാൻ മാസത്തിലാണ്. താരിഖ് ഹുസൈൻ എന്നു പേരുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ ജോലി ഹുസൈൻ അയൺ ഹൗസ് എന്ന പേരിൽ അവിടെ ഒരു കച്ചവട സ്ഥാപനം നടത്തുകയാണ്. അദ്ദേഹം ചെയ്ത ഒരു കാര്യം, അദ്ദേഹം രാത്രിയായപ്പോ റമദാനിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ 26 പേരെ വിളിച്ചു ചേർത്തു. എന്തിനാ വിളിച്ചു ചേർത്തത്? നമ്മൾ കേട്ടാൽ മൂക്കത്ത് വിരൽ പച്ചു പോകുന്നത്ര ലളിതമായ ഒരു കാര്യത്തിന്, തറാവിഹ് നമസ്കരിക്കാൻ 26 പേർ ചേർന്ന്, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ചേർന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ ഹോളിൽ ഒരാൾക്കും ശല്യമില്ലാതെ തറാവിഹ് നമസ്കരിക്കുന്നു. ഈ നമസ്കാരം ഇവിടെ നടക്കുന്നു എന്നറിഞ്ഞ ആ പ്രദേശത്തെ ബജ്റംഗ് ദളിന്റെ പ്രവർത്തകർ ആ രാത്രി ചെയ്തത്, അവരാ വീട് ആക്രമിച്ചു. ആ വീട്ടിൽ കടന്നു കയറി കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന പേരിൽ മജിസ്ട്രേറ്റിന് പരാതി കൊടുത്തു. മജിസ്ട്രേറ്റ് പിറ്റേ ദിവസം ഈ മനുഷ്യരെ കാണാൻ വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങള് ഇങ്ങനെ ഇവിടെ തറാവിഹ് നമസ്കരിക്കുന്നുണ്ടോ? മറുപടി കൊടുത്തു, നമസ്കരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ നമസ്കരിക്കാൻ കഴിയില്ല. ഈ മനുഷ്യൻ വിദ്യാഭ്യാസമുള്ള ഒരാൾ എന്ന നിലക്ക്, നഗരത്തിൽ ഒരു വലിയ കച്ചവടം ചെയ്യുന്ന ലോകപരിചയമുള്ള ഒരു മനുഷ്യൻ എന്ന നിലക്ക് അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അവകാശത്തിന് വേണ്ടി വാദിച്ചു. ഞാൻ നമസ്കരിക്കുന്നത് എന്റെ ബന്ധുക്കളോടൊപ്പമാണ്. ഞാൻ നമസ്കരിച്ചത് എന്റെ വീട്ടിൽ വെച്ചാണ്. വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ മുൻകൂറായ അനുവാദത്തിന്റെ ആവശ്യമില്ല. വീടിനകത്ത് വെച്ച് ഞാൻ വിശ്വസിക്കുന്ന ആരാധനാകർമ്മങ്ങളിൽ എന്റെ ബന്ധുക്കളോടൊപ്പം ഏർപ്പെടുക എന്നത് എന്റെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. ആ മജിസ്ട്രേറ്റ് ചെയ്തത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 111 വകുപ്പ് അനുസരിച്ച് ഒരു നോട്ടീസ് കൊടുത്തു. ആ 111 വകുപ്പ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഒരു കലാപം ഉണ്ടാക്കുമെന്ന്, നിങ്ങൾ നാട്ടിൽ സംഘർഷം ഉണ്ടാക്കുമെന്ന് ഗവൺമെന്റ് ഭയക്കുന്നു. അങ്ങനെ വരുമ്പോ ആ കലാപത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന്, ആ സംഘർഷത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ഗവൺമെന്റിന് ബോണ്ട് ആവശ്യപ്പെടാം. ഈ മനുഷ്യരോട് പറഞ്ഞത്, നാളെയും നിങ്ങൾ ഈ തറാവീഹ് നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 5 ലക്ഷം രൂപയുടെ ബോണ്ട് വേണ്ടി വരും എന്നാണ്. 5 ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടിവെച്ചാൽ ഈ തറാവീഹ് നമസ്കാരം തുടരാം. അതല്ലെങ്കിലോ ഇത് നിർത്തിവെക്കേണ്ടി വരും. എന്തുകൊണ്ട്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, ആ വീട്ടിലെ സ്വീകരണ മുറിയിൽ നിങ്ങളുടെ ബന്ധുക്കളോടൊപ്പം നമസ്കരിച്ചാൽ ഈ നാടിന്റെ സമാധാനം തകർന്നു പോകുമെന്ന് കുറെ ആളുകൾ പുറത്തുകൂടി നിന്ന് ആക്രോശിക്കുകയാണ്. രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം നടക്കുന്ന ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തിയിലുള്ള നോയിഡ എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടുത്തെ ഒരു ഹൗസിംഗ് കോളനിയിൽ സമാനമായ രൂപത്തിൽ നമസ്കരിച്ചവർക്കെതിരെ പോലീസ് കേസെടുക്കുന്നു. കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പെരുന്നാൾ നമസ്കരിച്ചപ്പോ പള്ളിക്കകത്ത് സ്ഥലമില്ലാത്തത് കൊണ്ട് വഴിയിൽ നിന്ന് നമസ്കരിച്ചതിന് 1700 പേർക്കെതിരെ കേസ്. ഈ കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നിന്ന് പുറത്തു വന്ന ഒരു വീഡിയോ, ജുമാ നമസ്കാരത്തിന് പള്ളിയിലെ സ്ഥലപരിമിതി മൂലം റോഡിന്റെ വഴിവക്കത്ത് നിന്ന് നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ ഡൽഹി പോലീസ് നിലത്തിട്ട് ചവിട്ടുന്നു. അത്തഹിയ്യാത്തിലിരിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് പോലീസ് അയാളുടെ തലയിൽ ചവിട്ടി താഴെ വീഴ്ത്തുകയാണ്. എന്നിട്ട് നിലത്ത് കിടക്കുമ്പോ നാഭിക്ക് ചവിട്ടാണ്. സലാം വീട്ടിയിട്ടല്ല കേട്ടോ, അത്തഹിയ്യാത്തിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത് ചെയ്യുന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ, ഈ 3 സംഭവങ്ങൾ, അതിനുശേഷം അതിനനുബന്ധമായി 2 സംഭവങ്ങൾ, ആകെ 5 സംഭവങ്ങൾ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞത് ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു കോണിൽ, വിശേഷിച്ച് സംഘപരിവാർ അവരുടെ എല്ലാ പ്രതാപങ്ങളോടെയും അധികാരത്തിലിരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആദ്യത്തെ അടയാളമായ ആരാധനയിൽ ഏർപ്പെടുക. നിങ്ങളുടെ വീടിനകത്ത് നമസ്കരിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പോലും RSS വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. ലുലു മാളിൽ എല്ലാവരും പോകാനുണ്ടല്ലോ. നമ്മൾ കോഴിക്കോട്ട് ഇപ്പൊ പുതിയത് വന്നു, ഞങ്ങളുടെ എറണാകുളത്തുണ്ട്, ഇവിടെ ദുബൈക്കാർ ഒരുപാടുണ്ട്, ദുബൈയിലുണ്ട് ധാരാളം ലുലു മാള്. ഉത്തർപ്രദേശിലെ ലക്നൗ നഗരത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാവും, ലുലു മാൾ ആരംഭിച്ചു. പ്രമുഖ വ്യവസായി യൂസുഫ് അലിയുടെ ലുലു മാൾ അവിടെ ആരംഭിച്ചു. അത് ഉദ്ഘാടനം ചെയ്തത് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. പക്ഷെ ലുലു മാൾ എങ്ങനെയാണ് വാർത്തകളിൽ ആദ്യം ഇടം പിടിച്ചത്? അതിന്റെ ഒരു മൂലക്ക് കുറെ ആളുകൾ വന്ന് നമസ്കരിക്കുന്നു. ഈ നമസ്കാരത്തിൽ ഏർപ്പെട്ടത് കണ്ടപ്പോ അവിടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ പൊടുന്നതിന് രംഗത്തെത്തി മുദ്രാവാക്യം വിളിക്കുന്നു. ആ ലുലു മാളിൽ വലിയ സംഘർഷമുണ്ടാകുന്നു. പിന്നീട് അന്വേഷിച്ചു പോയപ്പോൾ കണ്ടത് ഈ നമസ്കാരം കൈകെട്ടി 1.5 മിനിറ്റിൽ തീർന്നു എന്നാണ്. ആ നമസ്കാരം ആകെ ഒരു റക്കാത്തുള്ള നമസ്കാരം ഇവിടെ ഇല്ലല്ലോ. ഈ നമസ്കരിക്കാൻ വന്നവർ പോലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന സംശയം. ഞാൻ പറഞ്ഞു വച്ചത്, നിങ്ങളുടെ മതവിശ്വാസത്തിന്റെ ഏറ്റവും പ്രാഥമികമായ കാര്യം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നമസ്കരിക്കാനുള്ള ആരാധനാ സ്വാതന്ത്ര്യം പോലും രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം. എന്റെ ചോദ്യം, ഒരാൾ വീടിനകത്ത് നമസ്കരിക്കുമ്പോ ആ നമസ്കാരം പോയി തടസ്സപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കൂട്ടം, ആ ആൾക്കൂട്ടം ഈ രാജ്യത്ത് എങ്ങനെ ഉണ്ടായി? അതാണ് എന്റെ ചോദ്യം. ആ മനുഷ്യർക്ക് ഈ നമസ്കരിക്കുന്നത് തടയണം എന്ന് എന്തുകൊണ്ട് തോന്നുന്നു? നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പണ്ട് യാത്രക്കിടയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമസ്കരിച്ചാൽ, ഒരു ട്രെയിനിൽ നമസ്കരിച്ചാൽ, ഈ രാജ്യത്തെ മനുഷ്യർ നമസ്കരിക്കുന്ന മനുഷ്യന് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന മനോഹരമായ ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അത് തകർത്ത് ഈ രൂപത്തിൽ അപരന്റെ മതവിശ്വാസത്തിന്റെ ഒരു അടയാളം കാണുമ്പോൾ ഭ്രാന്ത് പിടിച്ചു പോകുന്ന ആൾക്കൂട്ടങ്ങളെ സംഘപരിവാർ ഈ രാജ്യത്ത് എങ്ങനെ സംവിധാനിച്ചു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് വർത്തമാനകാലത്ത് ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. അത് ഇസ്ലാമോഫോബിയ എന്നാണ് അതിന്റെ പേര്. ഒരുതരം മുസ്ലിം പേടി ഉണ്ടാക്കുക, മുസ്ലിങ്ങളെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക, അവരുടെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുക, ദേശക്കൂറില്ലാത്തവരാക്കി മാറ്റുക, ഭീകരവാദികളെന്ന് തീവ്രവാദികളെന്ന് അവരെ ചാപ്പകുത്തുക. അവരുടെ കുട്ടികൾ പഠിച്ചാൽ അത് മാർക്ക് ജിഹാദ്, അവരുടെ കൂട്ടത്തിൽ നിന്ന് മിശ്രവിവാഹം നടന്നാൽ അത് ലവ് ജിഹാദ്, അവരൊരു ഭൂമി വാങ്ങിയാൽ അത് ലാൻഡ് ജിഹാദ്, അവർ ഹോട്ടൽ തുടങ്ങിയാൽ അത് ഹലാൽ ജിഹാദ്, അവര് ബിരിയാണി വിളമ്പിയാൽ അത് തുപ്പൽ ജിഹാദ്. ഇങ്ങനെ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ,
ഒരു സമൂഹത്തിന്റെ അടയാളങ്ങളെ തെരഞ്ഞു പിടിച്ച് അപരവൽക്കരിച്ച് ശത്രുസ്ഥാനത്ത് നിർത്തുന്ന രാഷ്ട്രീയം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ഇന്ത്യയിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ നിർവചിക്കുന്ന ഒന്നാണ്. അത് RSS. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിനി 7 മിനിറ്റ് കൂടിയേ ഉള്ളൂ. RSS ഇത് ഉപയോഗിക്കാറുണ്ട്. രാജ്യത്ത് അവർ അധികാരത്തിൽ വന്നത് അങ്ങനെയാണ്. RSSന്റെ ഏറ്റവും വലിയ പ്രചരണ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വിഭജിച്ചവരാണ്. നിങ്ങൾ കേൾക്കണം, ഈ രാജ്യത്തെ വിഭജിച്ചവരാണ്. പാകിസ്ഥാൻ എന്ന പങ്കുവാങ്ങിപ്പോയവരാണ്. അവിടേക്ക് പോവാതെ ഭാരതത്തിൽ അവശേഷിക്കുന്ന മുസ്ലിങ്ങൾ അവർ ഈ രാജ്യത്തോടുള്ള കൂറുകൊണ്ട് ഇവിടെ താമസിച്ചവരല്ല. അങ്ങനെയുണ്ടല്ലോ, ഇന്ത്യയിൽ ഇപ്പോഴുള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ബൈ ചാൻസ് ഇന്ത്യൻസ് അല്ല, ബൈ ചോയ്സ് ഇന്ത്യൻസ് ആണ്. ഈ രാജ്യം ഇന്ത്യ ഉപഭൂഖണ്ഡം മതത്തിന്റെ പേരിൽ രണ്ടായി പകുത്തു വച്ചിട്ട് ഹിന്ദുക്കൾക്ക് ഇവിടെ മുസ്ലിങ്ങൾക്ക് അവിടെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടേക്കില്ല, പിന്നെയോ ഞങ്ങൾ ഈ ജനിച്ച മണ്ണിൽ ജീവിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ എന്ന ദേശീയതയെ തെരഞ്ഞെടുത്തവരാണ്. ഈ രാജ്യത്ത് നിന്ന് താമസിക്കുന്ന ഏതാണ്ട് 14 കോടിയിൽ പേര് വരുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അന്ന് മറിച്ചൊരു തീരുമാനമാണ് നമ്മൾ എടുത്തതെങ്കിലോ പാകിസ്ഥാനിലേക്ക് പോവാൻ ഒരാളും തടയുമായിരുന്നില്ല. ഈ വലകെട്ടിൽ, ഈ കുറ്റ്യാടിയിൽ, ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ഇന്ന് താമസിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ പൂർവികന്മാർ അന്ന് തീരുമാനിച്ചത് ഈ രാജ്യത്ത് ജീവിക്കും എന്നാണ്. അവരെ ഭീകരവാദികളാക്കി തീവ്രവാദികളാക്കുന്ന രാഷ്ട്രീയം അത് തുടങ്ങിയത് ഇന്ത്യ വിഭജനത്തിൽ നിന്നാണ്. ഈ സ്വതന്ത്ര ഭാരതത്തിലെ മുസ്ലിം സമുദായത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ നാളുകളിൽ, ആ കലാപ നാളുകളിൽ RSSും ഇന്ത്യയിലെ വലതുപക്ഷവും ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ കുറ്റം ഇവരെ രാജ്യം വിഭജിച്ചവരാണ്, ഈ രാജ്യത്തെ വെട്ടിപ്പകുത്തവരാണ്. പങ്കുവാകി പോയിട്ടും പിന്നെയും പോകാതെ